കായംകുളത്ത് നടന്ന സംയുക്ത ഈദ്ഗാഹിൽ സാമൂഹിക പ്രസക്തിയുള്ള 3 പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. വഖഫ് ബിൽ, പാലസ്തീനു നേരെയുള്ള ഇസ്രായേൽ ആക്രമണം, ലഹരി വ്യാപനം എന്നിവയെക്കുറിച്ചുള്ള പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. കായംകുളത്ത് നടന്ന സംയുക്ത ഈദ്ഗാഹിൽ സാമൂഹിക പ്രസക്തിയുള്ള 3 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. വഖഫ് ബിൽ, പലസ്തീനു നേരെയുള്ള ഇസ്രായേൽ ആക്രമണം, ലഹരി വ്യാപനം എന്നിവയെക്കുറിച്ചുള്ള പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. മാർച്ച് 31 ഈദുൽ ഫിത്ർ ദിനത്തിൽ കായംകുളത്തെ ഈദ്ഗാഹിൽ ഒത്തുചേർന്ന വിശ്വാസികൾ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നു. മതസാംസ്കാരിക സൗഹാർദ്ദത്തിന്റെ മഹിതമായ ചരിത്രം പേറുന്ന ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യത്തിനും ഭരണഘടനാ അവകാശങ്ങൾക്കുമെതിരെ ഉയർത്തുന്ന വെല്ലുവിളിയാണ് ഇപ്പോൾ കേന്ദ്രത്തിലിരിക്കുന്ന ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുള്ള വഖഫ് നിയമ ഭേദഗതി ബില്ലെന്നും ഇതിനുമേലുള്ള ഏതുതരം കയ്യേറ്റവും ഭരണഘടനാ അവകാശങ്ങളുടെ നഗ്നമായ ലംഘനവും ജനങ്ങളെ വിഭജിക്കുവാൻ ലക്ഷ്യം വെച്ചുള്ളതുമാണെന്നും അതിനാൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പൂർണ്ണമായും തള്ളിക്കളയണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. 1947 മുതൽ ഇസ്രായേൽ എന്ന സിയോണിസ്റ്റ് കിരാതന്മാരുടെ അധിനിവേശത്തിൽ നിരന്തരം ആക്രമിക്കപ്പെടുന്ന പലസ്തീൻ ജനതയോട് ഐക്യപ്പെടുന്നുവെന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം വ്യക്തമാക്കി. സർവ്വമര്യാദയെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും തുടരുന്ന ഏകപക്ഷീയമായ അക്രമങ്ങളെ അന്താരാഷ്ട്ര സമൂഹം തുറന്ന് എതിർക്കണമെന്നും ആവശ്യപ്പെട്ടു. കേരളം മുമ്പെങ്ങുമില്ലാത്ത വിധം ലഹരിയുടെ പിടിയിൽ അമരുകയാണ്. അതിന്റെ കെടുതി അനുദിനവും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാത്തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും അടിസ്ഥാന മതശാസ്ത്രയിൽ തന്നെ നിഷിദ്ധമാക്കിയ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ലഹരിയുടെ വ്യാപനം തടയുന്നതിനും പുതുതലമുറയെ അതിന്റെ കെടുതിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിലൂടെ മുസ്ലിം സമൂഹം സദാ ജാഗ്രത പുലർത്തണമെന്നും 3ാമത്തെ പ്രമേയത്തിൽ പറയുന്നു. മദ്യവും മയക്കുമരുന്നും സമ്പൂർണ്ണമായി നിരോധിച്ചാൽ മാത്രമേ ഈ കെടുതിക്ക് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വ്യക്തമാക്കി. സംഘാടക സമിതി ചെയർമാൻ പ്രൊഫസർ ഷാജഹാൻ, എസ് മുജീബ് റഹ്മാൻ, നുജും KH എന്നിവരാണ് പ്രമേയങ്ങൾ അവതരിപ്പിച്ചത്. CDNet ന്യൂസ്, കായംകുളം.